ഹലോ എവ്രി വൺ, ദിസ് ഈസ് ജസ്റ്റ് എ റാൻഡം ഡേ ഇൻ മൈ ലൈഫ്. ആൻഡ് ഇന്ന് ഞങ്ങൾക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നുകൊണ്ട് തന്നെ നല്ല ലേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് എനിക്കാണെങ്കിൽ രാവിലെ ക്വിസും ഉണ്ട്. ലൈക്ക് 11 o'clock ക്വിസ്. സോ രാവിലെ എണീറ്റ് പഠിക്കാൻ ടൈമില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം പഠിച്ചുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ഉറക്കം വന്നു. ആൻഡ് ഉറങ്ങി എണീറ്റപ്പോഴേക്കും 6 മണിക്ക് എണീക്കുമെന്ന് വിചാരിച്ചാണ്. ബട്ട് ഇറ്റ് വാസ് റിയലി 7:30 or സംതിങ്. ആൻഡ് അതിനുശേഷം പിന്നെ വീണ്ടും പഠിത്തം റീസ്റ്റാർട്ട് ചെയ്തു. പിന്നെ നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമുക്കൊരു 11 ക്ലാസ്സിലെത്തണമെങ്കിൽ ഒരു 10 ആകുമ്പോഴേക്കും ഇറങ്ങണം. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് 2 hours ലെഫ്റ്റ്. സോ കുറേ പഠിക്കാനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി ന്യൂഡിൽസ് ഉണ്ടാക്കി, ജസ്റ്റ് വിശപ്പ് മാറ്റാൻ വേണ്ടി മാത്രം. അത് റെഗുലർ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമല്ല. ഇടയ്ക്ക് ഇതുപോലെ എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്ന സംഭവമാണിത്. പിന്നെ ഒരു 10:30 ഒക്കെ ആയപ്പോഴേക്കും ഞാൻ യൂണിയിലേക്ക് ഇറങ്ങി. ആൻഡ് ഇന്ന് ഈവനിങ് ക്ലാസ്സും ഉണ്ട്. സോ ആകെ ഒരു ബിസി ഡേ ആണ്. ഓൾ മെസ്ഡ് അപ്പ് ആയിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. കുറേ ബിസി കാര്യങ്ങൾ ഒരുമിച്ച് വന്നു. ആൻഡ് ബസ് സ്റ്റോപ്സ് ഞങ്ങൾ ബസ്സിൽ കയറിയിട്ട് പിന്നെ മെട്രോ കയറിയിട്ടാണ് പോണത് യൂണിയിലേക്ക്. ആൻഡ് ഫൈനലി നമ്മൾ യൂണിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ക്വിസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ വന്നതാണ്. ആൻഡ് റിട്ടേൺ ക്വിസ് ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് ഓക്കെ അത്രയ്ക്ക് പറയാൻ പറ്റുള്ളൂ. മൈക്രോബയോളജി ആയിരുന്നു സബ്ജക്റ്റ്. ആൻഡ് ഞാൻ പ്രതീക്ഷ അത്ര അടിപൊളിയായിരുന്നില്ല. ഞാൻ കുറച്ചും കൂടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ പോരായിരുന്നു. ഇനി നെക്സ്റ്റ് ടൈം നോക്കാം. അതിന് ശേഷം പിന്നെ ഞങ്ങൾ വീട്ടിലേക്കാണ് തിരിച്ചു പോണത്. കാരണം നൈറ്റ് ആവും ഞാൻ തിരിച്ചെത്തുമ്പോൾ. ഈവനിങ് ക്ലാസ്സും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. എൻ്റെ ഒരു ഡേയുടെ ഹാഫ് ടൈമും ട്രാവലിംഗ് ആയിട്ടാണ് പോണത്. കാരണം വന്നും പോയും തന്നെ നിൽക്കണം. ബസ് മെട്രോ എല്ലാം ഇങ്ങനെ ട്രാവൽ ചെയ്ത് നടക്കൽ തന്നെയാണ് പണി. ബിക്കോസ് നമുക്ക് ഒരേ ടൈമിലല്ല ക്ലാസ് വരാം. ജസ്റ്റ് മേ ബി ഒരെണ്ണം രാവിലെ ഇരിക്കും, പിന്നെ നൈറ്റ് ആയിരിക്കും ക്ലാസ്. ചിലപ്പോൾ ഉണ്ടാവില്ല നൈറ്റ്. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ലൈക്ക് ഒരു ഓർഡർ ഒന്നും. അങ്ങനെ ഫുഡ് കഴിച്ചു. അത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ പരിപാടി. അതിന് വേണ്ടിയാണ് വീട്ടിലേക്ക് വന്നത്. ആൻഡ് പിന്നെ ഫ്രഷായി വീണ്ടും ബാക്ക് ടു ദ യൂണിവേഴ്സിറ്റി ഞങ്ങൾ പോവാണ്. ആൻഡ് ഇപ്പോൾ ഞാൻ പോണത് എൻ്റെ ഈവനിങ് ക്ലാസ്സിനാണ്. ഇതും ക്വിസാണ് ശരിക്കും. ആൻഡ് ലൈക്ക് ക്വിസ് ഉള്ള വീക്കാണെങ്കിൽ ഫുള്ള് ക്വിസ് ആയിരിക്കും. ലൈക്ക് ഒരു ടൈം പോലും നമുക്ക് ഫ്രീ ഉണ്ടാവില്ല. ഒരു ക്ലാസ് പോലും ഫ്രീ ഉണ്ടാവില്ല. എല്ലാം ക്വിസിൻ്റെ ഒരു തിരക്കിലായിരിക്കും. അപ്പോൾ ഇനി പോകാൻ പോണ സെക്കൻഡ് ക്ലാസ്സിനാണ്. ജസ്റ്റ് ലെറ്റ്സ് സീ വാട്ട്സ് ഹാപ്പനിങ്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് ഫ്രണ്ട്സൊക്കെ കൂടി നേരെ ക്ലാസ്സിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മർജാനിശ്വലിയാണ്, ഞങ്ങളുടെ മെയിൻ ഹാങ് ഔട്ട് സ്പോട്ടാണിത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ജസ്റ്റ് റൂം ചെയ്ത് വെറുതെ നടന്നാൽ തന്നെ ഒരു രസമാണ്. നമുക്കൊരു ഫ്രഷ്നെസ്സും ലൈക്ക് ഫ്രണ്ട്സൊക്കെ നടക്കുമ്പോൾ ഒരു രസമാണ്. സോ ഞങ്ങളിങ്ങനെ വരാറുണ്ട് ഇടയ്ക്ക്. ആൻഡ് ഇവിടെ കുറച്ച് ചീസ് കേക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അതും കൂടി ട്രൈ ചെയ്യാനുള്ളൊരു പ്ലാനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരെണ്ണം വാങ്ങി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മളത് കഴിക്കാനുള്ള സ്പോട്ട് അന്വേഷിച്ചാണ് നടക്കുന്നത്. അപ്പോഴാണ് ഞങ്ങൾക്ക് വേറൊരു പൂതി തോന്നിയത്. നമുക്ക് വേറൊരു സംഭവം കൂടി ഉണ്ട്. കിൻകാലി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ജോർജിയൻസിൻ്റെ മെയിൻ സ്പെഷ്യലായിട്ടുള്ളൊരു ഫുഡാണത്. സോ അത് ട്രൈ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വേറെ മെട്രോ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇത് ലിബർട്ടി സ്ക്വയർ ആണ്. ഇവിടെ നല്ല അടിപൊളി ഒരു സ്പോട്ടാണിത്. എസ്പെഷ്യലി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഒക്കെ വരുമ്പോൾ ഈ ഒരു ഏരിയ ആണ് മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് കിൻകാലി ഫാക്ടറി. അപ്പോൾ ഇവിടെയാണ് ഞങ്ങളുടെ ഒരു മെയിനായിട്ട് എപ്പോഴും കിൻകാലി കഴിക്കാൻ ഇവിടെ തന്നെയാണ് വരാറ്. സോ ഇത് ഞാൻ പറഞ്ഞ പോലെ ട്രഡീഷണൽ ഫുഡാണ്. സോ ഐ ഷോ ദാറ്റ്.
അപ്പോൾ ഇതാണ് കിൻകാലി എന്ന് പറഞ്ഞ സാധനം. ഇവിടുത്തെ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഫുഡാണ് ആൻഡ് ഡംപ്ലിങ്സ് ആണ് ശരിക്കും. ബട്ട് ഇവരുടെ ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്. ലൈക്ക് എന്താ പറയുക, ഭയങ്കര മസാലയും സംഭവങ്ങളും അങ്ങനെയൊന്നുമല്ല, ബട്ട് അതിനൊരു കൈൻഡ് ഓഫ് ക്വാളിറ്റി ഉണ്ട്. ആൻഡ് ഇത് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടുകയില്ല. അങ്ങനത്തെ ഒരു ലൈക്ക് മിക്സ്ഡ് ഒപ്പീനിയൻ ഉള്ളൊരു ഫുഡാണിത്. അപ്പോൾ ഇതിനകത്ത് ബീഫിൻ്റെ ജസ്റ്റ് മീറ്റാണുള്ളത് ആൻഡ് അതിങ്ങനെ ബോയിൽ ചെയ്ത് നല്ല രീതിക്ക് ലൈക്ക് അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരുന്ന ഒരു അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. ആൻഡ് മിക്സ്ഡ് ഒപ്പീനിയൻ ആയതുകൊണ്ട് തന്നെ എനിക്കും ഒരു 50-50, അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. ഓക്കെ ഓക്കെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും മെട്രോ ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ യാൻടെക്സ് ബുക്ക് ചെയ്തിട്ട് വേണം ഇനി പോകണമെങ്കിൽ വീട്ടിലേക്ക്. ഞങ്ങൾ ജസ്റ്റ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഒരു 10-20 മിനിറ്റ്സ്. 20 മിനിറ്റ്സ് ഒന്നും ഇല്ല, 10 മിനിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ പോയതുകൊണ്ട് മെട്രോ ഇല്ല. ഇനിയിപ്പോൾ ഈ നടക്കലാണ് ഫസ്റ്റ് ഒരു ഓപ്ഷൻ. കുറച്ച് ഡിസ്റ്റൻസ് ഞങ്ങൾ നടന്ന് ആൻഡ് ഇങ്ങനെ സംസാരിച്ചൊക്കെ നടന്നുകൊണ്ട് അങ്ങനെ അറിഞ്ഞില്ല. കുറച്ച് നേരം നടന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സെൻട്രൽ ലൊക്കേഷൻ ഉണ്ട്, അവിടേക്ക് എത്തി. ഇത് ടിബ്ലിസിത്തെ ഒരു ഹൈലൈറ്റ് ലൊക്കേഷനാണിത്. ലൈക്ക് ഭയങ്കര അടിപൊളി, എസ്പെഷ്യലി നമ്മളൊരു ഈവനിങ് ടൈമിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സെറ്റാണ്. നൈറ്റിന് ഇത്ര ഭംഗിയുണ്ടെങ്കിൽ പിന്നെ ഈവനിങ് പറയണ്ടല്ലോ. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലൊക്കേഷനും കൂടിയാണ്. ഞങ്ങൾ നോർമലി ഇവിടേക്കാണ് ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇടയ്ക്ക് വരുന്നത്. അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങളുടെ ഒരു ഡേ ഇന്ന് കഴിയാണ്. സോ ഇതിങ്ങനെയൊക്കെ ഞങ്ങൾ റാൻഡം ഡേയ്സ് ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് സീ യു സൂൺ. ബൈ.